ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ കാണാം. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയെയും ദോഷകരമായി ബാധിച്ചു. ഇടപാടുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായി വിപണി വിദഗ്ധർ. ഇറാനെതിരെ US-ഇസ്രയേൽ യുദ്ധം ആരംഭിച്ച് ഏകദേശം 3 ആഴ്ചകൾ പിന്നിടുമ്പോൾ ദുബായിലെ പ്രോപ്പർട്ടി മാർക്കറ്റ് ദുർബലമാകുന്നതിന്റെ ആദ്യ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. യുദ്ധവും ഇസ്രയേൽ US താവളങ്ങൾ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ എന്നിവയ്ക്കെതിരായി ഇറാന്റെ ആക്രമണങ്ങളും ലോകത്തിലെ സമ്പന്നർക്ക് സുരക്ഷിത താവളമെന്ന ദുബായിയുടെ പ്രതിച്ഛായയെ തകർത്തു. മാർച്ചിലെ ആദ്യ 12 ദിവസങ്ങളിൽ UAEയിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ അളവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 37% കുറഞ്ഞുവെന്നും മാസം തോറും 49% കുറഞ്ഞെന്നും ഗോൾഡ്മാൻ സാക്സ് വിശകലന വിദഗ്ധർ പറയുന്നു. പ്രോപ്പർട്ടികൾ വില കുറച്ച് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആവശ്യക്കാർ കുറവാണെന്ന വിദഗ്ധർ പറയുന്നു. 5 വർഷത്തെ വിലക്കയറ്റത്തിന് ശേഷം വിപണി മന്ദഗതിയിലേക്ക് നീങ്ങുകയാണെന്ന ആശങ്കകൾ ഇതിനകം തന്നെ ഉണ്ടായിരുന്നു. ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിനും 2028 ഇടയിൽ പ്രോപ്പർട്ടി വിലകൾ പ്രതിവർഷം ശരാശരി 7% കുറയുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം വലയുന്ന യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ് ഈ പ്രത്യേക സർവീസുകൾ. എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ വിമാനങ്ങൾ പ്രഖ്യാപിച്ചു. മാർച്ച് 21 വിവിധ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് 42 സർവീസുകളാണ് എയർ ഇന്ത്യ ഗ്രൂപ്പ് നടത്തുക. ഇതിൽ ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾക്ക് പുറമെ UAEയിലേക്കുള്ള പ്രത്യേക വിമാനങ്ങളും ഉൾപ്പെടുന്നു. മസ്കറ്റിലേക്ക്, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ സർവീസ് നടത്തും. UAEയിലേക്കുള്ള അഡ്ഹോക് സർവീസുകളിൽ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. UAEയിലെ പ്രമുഖ നഗരങ്ങളായ ദുബായ്, അബുദാബി, ഷാർജ, റാസ് ഖൈമ എന്നിവിടങ്ങളിലേക്ക് ആകെ 26 പ്രത്യേക വിമാനങ്ങളാണ് സർവീസ് നടത്തുക. അതേസമയം അൽ ഐൻ, സലാല, റിയാദ്, ദമാം തുടങ്ങിയ ഇടങ്ങളിലേക്കും വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച സെക്ടറുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. അധിക നിരക്കില്ലാതെ മറ്റൊരു തീയതിയിലേക്ക് റീബുക്കിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ തുക പൂർണ്ണമായും തിരികെ വാങ്ങാനോ അവസരമുണ്ടെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE തൊഴിൽ വിപണികളിൽ കർശന പരിശോധന. തൊഴിൽ മേഖലയിൽ സുതാര്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. UAE തൊഴിൽ മേഖലയിൽ സുതാര്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ ശക്തമാക്കി. മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ 2025 സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ ആകെ 6.95 ലക്ഷം പരിശോധനകളാണ് പൂർത്തിയാക്കിയത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് നിയമപാലനത്തിൽ 34% വർധനവുണ്ടായതായാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെയും AI-യുടെയും സഹായത്തോടെയാണ് മന്ത്രാലയം ഇപ്പോൾ പരിശോധനകൾ ഏകോപിപ്പിക്കുന്നത്. വിവിധ ഫെഡറൽ സംവിധാനങ്ങളുമായി ചേർന്ന് 3000-ലധികം സംയുക്ത പരിശോധനകൾ നടത്തി. ഡാറ്റ അനാലിസിസ് വഴി നിയമലംഘനങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കുന്നത് പരിശോധനകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നിയമലംഘനങ്ങൾ 13% കുറവുണ്ടായിട്ടുണ്ട്. നിയമവിരുദ്ധമായ ലേബർ ക്യാമ്പുകളുടെയും താമസ സൗകര്യങ്ങളുടെയും എണ്ണത്തിൽ 30% കുറവുണ്ടായി. വ്യാജ സ്വദേശിവൽക്കരണം തടയാൻ സ്വീകരിച്ച നടപടികൾ വഴി ഇത്തരം നിയമലംഘനങ്ങളിൽ 62% ഇടിവുണ്ടായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.